എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. പശ്ചിമേഷ്യ പുകയുകയാണ്. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പുതിയ നേതാവ് യാഹ്യ സിൻവാറിനെ തീരുമാനിച്ചതോടുകൂടി ഇസ്രായേൽ പിന്നെയും ശക്തമായി യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഖനിയുടെ മരണശേഷം കുറെ നാളുകൾ ഒരു തണുപ്പൻ മട്ടിലാണ് വാസ്തവത്തിൽ ഇസ്രായേൽ നിന്നിരുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും തുർക്കി ആക്രമിക്കുമെന്ന് പറയുമ്പോഴും ഇസ്രായേൽ അത്ര ആവേശഭരിതമായിട്ടൊന്നും അതിനെ കണ്ടതായി നമ്മൾ കാണുന്നില്ല. കാരണം അത് വലിയ വിഷയമുള്ളൊരു കാര്യമായി അവർ എടുത്തിട്ടില്ല എന്ന് വേണം ഗ്രഹിക്കാൻ. ഇറാനെയോ തുർക്കിയോ എന്നും പറയത്തക്ക നിലയിൽ ഇസ്രായേലിന് ഭയവുമില്ല. എന്നാൽ ഇപ്പോൾ യാഹ്യ സിൻവാർ ഹമാസിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി എന്തോ ഒരു പുതിയ ഇരയെ കിട്ടിയതുപോലെ വളരെ ഉഷാറോടുകൂടി സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ ഇസ്രായേൽ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ അയാളെ തിരഞ്ഞെടുത്തിട്ട് 24 മണിക്കൂർ ആകുന്നില്ല, ഇസ്രായേലിൽ വലിയ തോതിൽ ബോംബിങ്ങും ഹമാസിന്റെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രങ്ങളിൽ ആൾക്കാർ മരിക്കുന്നു എന്നത് നോക്കാതെ തന്നെ കണ്ണടച്ചു പിടിച്ച് ഇസ്രായേൽ പ്രശ്നം നടത്തുന്നത് റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് അമേരിക്ക ഇടപെട്ട് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം വരുത്തണമെന്നും സീസ് ഫയർ ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുമ്പോൾ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള യാതൊരു തയ്യാറെടുപ്പും ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നത് ജോ ബൈഡൻ ഒരു പ്രയാസം തന്നെയാണ്. നമുക്കറിയാം, ജോ ബൈഡൻ പടിയിറങ്ങുകയാണ്. പടിയിറങ്ങുമ്പോൾ യുദ്ധം നിർത്തിയ നേതാവ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഒന്ന് പരിഹാരം വരുത്തിയിട്ടിറങ്ങണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. എങ്കിലും അതിന് യാതൊരു സാധ്യതയും ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ ഹമാസിന്റെ സകല നേതാക്കന്മാരെയും കൊല്ലും എന്നും ഹമാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുത്തിയിട്ടേ യുദ്ധം അവസാനിക്കൂ എന്നും പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് യാഹ്യ സിൻവാറിന്റെ രംഗപ്രവേശനം. വാസ്തവത്തിൽ ഇസ്രായേൽ ഇതുവരെ കാത്തിരുന്നൊരു നേതാവ് യാഹ്യയാണ്. ഒക്ടോബർ ദുരന്തം ആസൂത്രണം ചെയ്ത പ്രധാന നേതാവ് യാഹ്യ എന്നാണ് ഇസ്രായേലിനുണ്ടായിരുന്ന വിലയിരുത്തൽ. അയാളെക്കുറിച്ച് ഇതുവരെയും യാതൊരു അറിവും കിട്ടിയിരുന്നില്ല. അയാളെ തിരഞ്ഞുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കാം ഇതുവരെ നടത്തിയത്. പക്ഷേ അയാൾ ചിലപ്പോൾ മരിച്ചിരിക്കാം എന്നൊക്കെ ഇസ്രായേൽ കരുതിയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ഇസ്രായേലിന് അവരുടെ പ്രധാന ഇര തോക്കിൻ മുനയിലെത്തി എന്ന മട്ടിന് അവർ ഉഷാറായി നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ യാഹ്യയുടെ കൊലപാതകത്തോടുകൂടി ഈ യുദ്ധം അവസാനിച്ചേക്കാം എന്നാണ് ചില രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ വിലയിരുത്തൽ. മറ്റുള്ളവരെയൊക്കെ കൊന്നത് അവർ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്നത് കൊണ്ടാണ് എങ്കിൽ യാഹ്യ ഇതിന്റെ പ്രധാന സൂത്രധാരനായിരുന്നു എന്ന് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ കാരാഗ്രഹത്തിനകത്ത് 20ഓളം വർഷം കിടന്നിട്ടുള്ളയാളാണ് യാഹ്യ സിൻവാർ. ഇസ്രായേലിന്റെ ഔദാര്യത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നയാളാണ് യാഹ്യ. അയാൾക്ക് അർബുദം ബാധിച്ചപ്പോൾ അതിനാവശ്യമായ മരുന്നുകളും ക്രമീകരണങ്ങളും ചികിത്സകളും ഒക്കെ ചെയ്തു കൊടുത്തത് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അയാൾ ചെയ്ത കൊലപാതകം അനുസരിച്ച് 400-ലധികം വർഷം അദ്ദേഹത്തെ കാരാഗ്രഹത്തിലിടാൻ വിധിച്ചതാണ് ഇസ്രായേൽ. പക്ഷെ പിന്നീട് 20 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തെ വിമോചിപ്പിച്ച് വിടേണ്ടുന്നൊരു സാഹചര്യം രാഷ്ട്രീയമായി ഇസ്രായേലിൽ ഉടലെടുത്തു. അങ്ങനെയാണ് അവർക്ക് യാഹ്യയെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ യാഹ്യ മരിക്കുന്നത് വരെ ഇസ്രായേൽ തുറങ്കിൽ കിടക്കേണ്ടി വന്നേനെ. അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങളിൽ ഇസ്രായേലിന് കയ്യിൽ കിട്ടിയ യാഹ്യയെ അന്ന് കൊലപ്പെടുത്താതെ വെച്ചതാണ് പ്രശ്നത്തിന് കാരണം എന്നിന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നു. തിരിച്ചു കൊടുക്കേണ്ടി വന്നതാണ് ഇന്നത്തെ പ്രതിസന്ധികൾക്ക് കാരണം എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ കിട്ടിയ അവസരം, യാഹ്യയ്ക്ക് 62 വയസ്സുണ്ടെന്നാണ് അറിവ്. അദ്ദേഹത്തെ വകവരുത്തുമെന്നതിന് സംശയം വേണ്ട. ഏത് തുറങ്കിൽ ഒളിച്ചാലും അവിടേക്ക് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ചെല്ലുമെന്നും അയാളെ കൃത്യമായി വധിക്കുമെന്നും യാതൊരു സംശയവും ഇത്തരുണത്തിൽ വേണ്ട. ആ കൊലപാതകം വിജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ചിലപ്പോൾ യുദ്ധം അവസാനിച്ചേക്കാം. ഏതായാലും ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കുന്ന എല്ലാ ശക്തന്മാരെയും നിശ്ചയമായും കാലപുരിക്കയക്കും എന്നുള്ള ഇസ്രായേലിന്റെ ഈ പദ്ധതി എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന് ചോദിച്ചാൽ
അധിക നാൾ നീണ്ടു നിൽക്കില്ല. ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല. അത്തരത്തിൽ ഇസ്രായേലിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് കെണി കൊടുക്കാൻ, ഇസ്രായേലിന് കെണി ഒരുക്കാൻ ഒരു നേതാവ് ഇസ്മായേലിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്നതിന് സംശയം വേണ്ട. അതാണ് ഇനി വരുവാനിരിക്കുന്ന ഏക ഭരണാധികാരി എന്ന് തിരുവെഴുത്ത് പരാമർശിക്കുന്ന എതിർ ക്രിസ്തു എന്ന പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്ന അൽ മഹദി. അയാൾ സിറിയയിൽ തയ്യാറായിരിക്കുന്നു എന്നും 2023 24 അയാൾ രംഗപ്രവേശനം ചെയ്യുമെന്നുമാണ് പൊതുവിലുണ്ടായിരുന്ന റിപ്പോർട്ട്. 2030 അദ്ദേഹത്തിന്റെ ഭരണം, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കപ്പെടും എന്നൊക്കെയാണ് നിഗമനങ്ങൾ. ഏതായാലും യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ്, തന്റെ കാന്തയെ ചേർക്കുവാൻ വേണ്ടി യേശുക്രിസ്തു പദ്ധതി ഒരുക്കിയിരിക്കുന്ന ആ രഹസ്യവരവ്, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും വരും എന്ന് പറഞ്ഞിരിക്കുന്ന ആ രഹസ്യവരവ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ യേശു ക്രിസ്തുവിൽ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ചെല്ലും എന്നും പറയുന്ന ആ രഹസ്യവരവ് എത്രയും വേഗം സംഭവിക്കും. അതിനുശേഷം ഇവിടെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിന് ഏതൊക്കെ കക്ഷികൾ ഏതൊക്കെ വശത്ത് നിൽക്കണമെന്ന് ഇന്നേക്ക് 2500 കൊല്ലം മുതൽ ഇങ്ങോട്ട് പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതുപോലെ നടന്നു വരുന്നത് കാണുമ്പോൾ ആത്മീകർ തലകളെ ഉയർത്തണം. നമ്മുടെ കർത്താവ് വാതിൽക്കൽ എത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ രാഷ്ട്രീയ വിശകലനം ചെയ്ത് വിടിരിക്കേണ്ടുന്ന സമയമല്ല. എങ്കിലും നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇസ്രായേലാണ് കൃത്യമായ ഘടികാരമായി നിലനിൽക്കുന്നത്. ഇസ്രായേലിന്റെ പ്രവചന സൂചിക നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതെങ്ങോട്ട് തിരിയുന്നു എന്നനുസരിച്ച് അവരുടെ പ്രവചനങ്ങൾക്ക് ഇടയിൽ സംഭവിക്കേണ്ടുന്ന കർത്താവിന്റെ വരവ് നിശ്ചയമായും സംഭവിക്കും. ഇസ്രായേലിന് 7 അടിമത്വങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ 6 അടിമത്വങ്ങളും ചരിത്രമായി കഴിഞ്ഞിരിക്കുന്നു. അതിലൊന്നാണ് ഈജിപ്റ്റ്. ഈജിപ്തിലേക്ക് ഇസ്രായേൽ അടിമത്വത്തിൽ പോകുമെന്ന് കൃത്യമായി കർത്താവ് പറഞ്ഞത് അബ്രഹാമിനോടാണ്. ഇസ്മായേലോ ഇസഹാക്കോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഇസ്രായേലിന് അടിമത്വം പറഞ്ഞിരുന്നു. 400 കൊല്ലം നിങ്ങൾ ഈജിപ്തിൽ നിങ്ങൾ അടിമകളായി കഴിയേണ്ടി വരും. അതിനുശേഷം ഞാൻ നിങ്ങളെ ഏറിയ സമ്പത്തോടെ മടക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ ദേശമായ കനാൻ, ഇന്നത്തെ പാലസ്തീനും ഇസ്രായേലും അടങ്ങുന്ന ദേശം കർത്താവ് ഇസ്രായേലിന് കൊടുക്കാമെന്ന് അബ്രഹാമിന് വാക്കു പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് കർത്താവിന് അത് ഇസ്രായേലിന് കൊടുക്കാൻ കഴിയാതെ പോയി. അതിന് കാരണം ഇസ്രായേലിന്റെ പ്രതികരണമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പൂർണ്ണമായ സഹകരണത്തിൽ മാത്രമേ ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പൊ ദൈവത്തിന് കഴിവില്ലേ? അതുകൊണ്ടല്ല. പിശാചിനെ പോലെ അല്ല ദൈവം. മനുഷ്യന് പൂർണ്ണ അധികാരം, മനുഷ്യന് പൂർണ്ണ സ്വകാര്യത എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ദൈവം ഇടപെടുന്നത്. എന്നാൽ ചെകുത്താൻ അങ്ങനല്ല, അവൻ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അടിച്ചേൽപ്പിക്കില്ല. ദൈവം നമ്മളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് മനസ്സിലാക്കി തിരിച്ചറിവോടുകൂടി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണമോ, ലോകത്തിന്റെ പക്ഷത്ത് നിൽക്കണമോ, ചെകുത്താന്റെ പക്ഷത്ത് നിൽക്കണമോ? ഇത് തീരുമാനിച്ചുറപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവും നൽകിയിരിക്കുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിധി നിർണയിക്കുന്നത് ദൈവമല്ല, നമ്മൾ തന്നെയാണ്. എന്നാൽ ഇതിന്റെ ന്യായവിധി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നടക്കൂ. അവിടെ നമ്മുടെ കൈകടത്തലൊന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭരണാധികാരി താമസമിന വരും. അയാൾ എത്തുന്നതിന് തൊട്ടു മുമ്പ് കർത്താവ് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ തന്റെ അടുക്കൽ ചേർക്കും. അതിനുശേഷം ഇസ്രായേലിനോട് അനുകൂലമായിട്ടുള്ളതുപോലെ ഒരു ഭരണാധികാരി ഇവിടെ രംഗത്തെത്തും. ഇപ്പോൾ ഒരു ഹമാസിന്റെ നേതാവ് വന്നിട്ട് ഇസ്രായേലിന് അനുകൂലമായി കഥ പറഞ്ഞാൽ ഇസ്രായേൽ അത് അനുവദിക്കില്ല. ഇറാനിൽ നിന്നൊരാൾ വന്നിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് 4 വർത്തമാനം പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. പക്ഷേ സകല ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും സപ്പോർട്ടോടുകൂടി അപ്പോൾ തന്നെ ആദ്യ റൗണ്ടിൽ ഇന്ത്യയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഒരു ഭരണാധികാരി ലോകം ഭരിക്കാൻ എത്തും. ആദ്യത്തെ 3.5 കൊല്ലം അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും അവരോട് വലിയ ചങ്ങാത്തം ഉണ്ടാവില്ല. എന്നാൽ സെക്കൻഡ് ഫേസിൽ എല്ലാവരും ആ ഏക ഭരണാധികാരിയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉളവാകും.
അയാളെക്കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞു നടക്കുന്നത് അൽ മഹദി. അയാൾ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് ദൈവാലയം പണിയാനുള്ള പെർമിഷൻ നിശ്ചയമായും ലഭിക്കും. അപ്പോൾ ആ എത്തുന്നയാള് ഇസ്രായേലിന് ദൈവാലയം പണിയാനുള്ള പെർമിഷൻ കൊടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇസ്രായേൽ തെറ്റിദ്ധരിക്കും, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ മശിഹയാണ് സിംഹാസനത്തിൽ എത്തിയിരിക്കുന്നത്. അത്തരത്തിലൊരു വ്യാജ ഫേസോട് കൂടിയാണ് ഇനി നേതാക്കന്മാർ രംഗത്തെത്താൻ പോകുന്നത്. ഇപ്പോൾ ഹമാസും നേതാക്കന്മാരും ഒക്കെ വരുന്നത് നിശ്ചയമായും അവരുടെ ഒറിജിനൽ ഫേസ് വെച്ചിട്ടാണ്. പക്ഷെ ഇനി വ്യാജ മാസ്കോട് കൂടി അവർ രംഗത്തെത്തും. അവിടെയാണ് ഇസ്രായേൽ ഒരല്പം കുഴയാൻ പോകുന്നത്. അന്ന് ഇസ്രായേൽ ആ വരുന്ന ഏകഭരണാധികാരി ആലയം പണിയാനുള്ള അനുവാദം കൂടി നൽകുമ്പോൾ ഇസ്രായേലിന്റെ പക്ഷത്തുള്ളവരാണെന്ന് കരുതി ഇസ്രായേൽ അവരെ പിന്തുണയ്ക്കും. ആ പിന്തുണ ഇസ്രായേലിന് കെണിയായി മാറും. അപ്പോൾ ഇസ്രായേലിന് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് 2 സാക്ഷികളെ ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിക്കും. അവരെ കുറിച്ചൊക്കെ പല ചിന്തകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും ഇപ്പൊ പോകാൻ തയ്യാറാകുന്നില്ല. ആ 2 സാക്ഷികളെ കൊല്ലാൻ ഈ ലോകരാഷ്ട്രങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കും. പക്ഷേ ആദ്യ 3.5 കൊല്ലം അവരെ കൊല്ലാൻ കഴിയില്ല. കാരണം ദൈവം അവർക്ക് പ്രത്യേക കഴിവുകൾ കൊടുത്ത് ഈ 3.5 കൊല്ലം ഏത് പ്രതിസന്ധി ഏത് രാജാവിൽ നിന്ന് വന്നാലും അതിനെ ഫേസ് ചെയ്യാനും അതിനെ നിരോധിക്കാനുമുള്ള മുഴുവൻ കഴിവുകൾ ദൈവം അവർക്ക് കൊടുത്ത്, എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടയ്ക്കാൻ, വെള്ളത്തെ രക്തമാക്കാൻ, ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധയും കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാൻ, വായിൽ നിന്ന് തീ പറത്താൻ അടക്കമുള്ള അധികാരങ്ങൾ ദൈവം ആ 2 പേർക്ക് കൊടുത്ത് ഇസ്രായേലിനു വേണ്ടി നിൽക്കാൻ ആ 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. പക്ഷേ ആദ്യത്തെ 3.5 കൊല്ലം കഴിയുമ്പോൾ ആ 2 സാക്ഷികൾ കൊല്ലപ്പെടും. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാം അവസാനിക്കും, അവരുടെ സാക്ഷ്യം തികയും, അവർ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഈ ഏകഭരണാധികാരി അയാളുടെ റിയൽ ഫേസ് പുറത്തു കാണിക്കും. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്ന 2 മൃഗങ്ങൾ. ഞാൻ അവയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്ക് പുറകിലേക്ക് ഇറങ്ങി പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവ് ആദ്യം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ജനം തന്റേതല്ലാത്ത ദേശത്ത് 400 കൊല്ലം പാർക്കണം. അങ്ങനെ ആദ്യത്തെ അടിമത്വം ഈജിപ്തിൽ അവർ പാർത്തു. അതിനുശേഷം അവർ അസീറിയയിലേക്ക് പോയി. അതിനുശേഷം ബാബിലോണിലേക്ക് അടിമത്വത്തിലേക്ക് പോയി. പിന്നീട് മേദ്യ പേർഷ്യയിലേക്കും, ആ പേർഷ്യയുടെ ഭാഗമാണ് ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്നത്. പിന്നീട് ഗ്രീസ് സാമ്രാജ്യത്തിന്റെ കീഴിലേക്കും, പിന്നീട് റോമ സാമ്രാജ്യത്തിന്റെ കീഴിലേക്കും ഇസ്രായേൽ അടിമത്വത്തിൽ പോയി. ഇങ്ങനെ 6 സാമ്രാജ്യങ്ങളുടെ കീഴിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ അടിമത്വത്തിലായിരുന്നു. എന്നാൽ ഇനി ഈ 6 പേരും ചേർന്നിട്ടാണ് ഇസ്രായേലിനെ അടിമത്വത്തിൽ വയ്ക്കുവാൻ പോകുന്നത്. അതൊരു ഗംഭീര അടിമത്വമായിരിക്കും. ആ അടിമത്വ കാലത്തിൽ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുന്നത് വല്ലാത്ത വേദനയാണ്. ആ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അത് വളരെ പ്രതിസന്ധി പിടിച്ചൊരു കാലഘട്ടമാണ്. ആ മൃഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ വരാനിരിക്കുന്ന ഭരണാധികാരിയെ കുറിച്ച്, അയാളുടെ സെക്കൻഡ് ഫേസ്, അയാളുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായമാണ്. വെള്ളക്കുതിരപ്പുറത്താണ് അയാൾ വരുന്നത്. ആൾ വളരെ ഡീസന്റ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ആളിന്റെ സ്വഭാവം മാറുമ്പോൾ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അയാള് വളരെ വ്യത്യസ്തനായിട്ടാണ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇതാണ് യഥാർത്ഥത്തിൽ അൽ മഹദി എന്ന് പറയുന്ന നേതാവ്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും അതിന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ സിംഹാസനവും ശക്തിയും അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അതിന് അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. ഇത് വാസ്തവത്തിൽ എല്ലാ കാലത്തും ഇസ്മായേലിന്റെ സന്തതി ചെയ്ത പരിപാടി തന്നെയാണ്. ദൈവത്തിനെതിരായി ദൂഷണം പറയുക, ദൈവജനത്തെ കൊന്നുകളയുക. അത് ഇസ്രായേലിനെ മുഴുവനായി നിഷ്കാസനം ചെയ്യുവാൻ മുഹമ്മദിൽ നിന്ന് ആരംഭിച്ച ഇസ്ലാമാണ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഈ ഇസ്ലാമിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമും മറ്റൊന്ന് റിലീജിയസ് ഇസ്ലാമും. ഈ ഇസ്ലാമിന്റെ കൂടെ ബാക്കി എല്ലാവരും നിൽക്കും കേട്ടോ.
എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് അടക്കം ഇവരുടെ കൂടെ നിൽക്കും. അതാണ് അതിന്റെ ആ യാത്ര എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ കുറേശ്ശെ സമയം കിട്ടുമ്പോൾ പഠിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ബ്രോഡ് സെൻസിൽ പറഞ്ഞാൽ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ, അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13 കാണുന്ന രണ്ട് മൃഗങ്ങൾ. അതിൽ ഫ്രണ്ട് ഫേസിൽ നിൽക്കുന്നത് ഇസ്ലാം തന്നെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ആൻഡ് റിലീജിയസ് ഇസ്ലാം, രണ്ട് മൃഗങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. ഒന്ന് പ്യുവർ പൊളിറ്റിക്സ് ആണ്, അത് നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ ശക്തിയാണ്. കേരളത്തിലും അതിന്റെ ശക്തി തീരെ കുറവൊന്നുമല്ല, നല്ല സ്ട്രോങ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, അമ്മായിയപ്പൻ ഭരിക്കണോ മരുമകൻ ഭരിക്കണോ എന്ന് തീരുമാനിക്കത്തക്ക നിലയിൽ അവർ സ്ട്രോങ് ആയി കഴിഞ്ഞു. കേരളക്കരയിൽ ക്ലിയർ ആയിട്ട് ഒരു പാരലൽ പോലീസിംഗ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് എത്ര കാലം നിലനിൽക്കും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല ഉലകത്തിലെ ഏറെക്കുറെയുള്ള എല്ലാ രാജ്യത്തും, ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടനിൽ ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യത്തും ഈ ഇസ്ലാമിന്റെ ശക്തി, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി വളരെ സ്ട്രോങ് ആയി ഡെവലപ്പ് ചെയ്യുകയാണ്. അതിനെ തിന്മയായിട്ടൊന്നും കാണണ്ട, അന്ത്യകാലത്തിന്റെ ലക്ഷണമായി കൃത്യമായി നിങ്ങൾ ഗ്രഹിച്ചാൽ മാത്രം മതി. ബൈബിൾ അത് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ മറു സൈഡിൽ റിലീജിയസ് ഇസ്ലാം ഡെവലപ്പ് ചെയ്യുകയാണ്. ആ ഭാഗവും ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം തന്നെ 13 അധ്യായം 11 വാക്യം, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു, അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. കണ്ടോ എന്ന് പറഞ്ഞാൽ കണ്ടാൽ കുഞ്ഞാടാണെന്നേ തോന്നൂ, സമാധാന മതമാണെന്നേ തോന്നൂ. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അതിന്റെ സംസാരത്തിനകത്ത് ഏദൻ തോട്ടത്തിൽ സർപ്പത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് പിശാച് എങ്ങനെ വന്നോ സെയിം രീതി ഈ മൃഗത്തിന്റെ സംസാരത്തെ നമുക്ക് കാണാൻ നോക്കും. ഉലകത്ത് സമാധാന മതം എന്ന് പറഞ്ഞ് യഹൂദനെ മുഴുവനായി തീർത്ത് കളയുക, ക്രിസ്ത്യാനിയെ മുഴുവനായി നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞ് ഉലകത്തിന്റെ രക്ഷകനെ വെറും പ്രവാചകനാക്കി ചിത്രീകരിച്ചുകൊണ്ട് മാനവകുലത്തിന് മാക്സിമം രക്ഷ ലഭ്യമാകാതിരിക്കത്തക്ക നിലയിൽ കൃത്യമായ മാസ്കിങ്ങോടുകൂടി പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു റിലീജിയസ് ശക്തിയാണ് ഈ പറഞ്ഞ ശക്തി. അതവിടെ പറയുന്നത് അതിന് കുഞ്ഞാടിന്റെ പോലെ 2 കൊമ്പുണ്ട്, പക്ഷേ അതിന്റെ സംസാരം മഹാസർപ്പം പോലെയാണ്. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ദെൻ അവന്റെ കൃത്യം പരിപാടി 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുക എന്ന് പറഞ്ഞാൽ മാനവകുലത്തെ മുഴുവൻ പൊളിറ്റിക്കൽ ലീഡറിന്റെ കീഴിൽ അണിനിരത്തുക. അപ്പോൾ ഇത് ഇസ്ലാമിക ലീഡർ ലാസ്റ്റ് റൗണ്ടിലെ ഫേസിലേക്ക് വരത്തുള്ളൂ, അതുവരെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ നിൽക്കും. അവസാനം നമുക്കറിയാൻ പറ്റത്തുള്ളൂ ആരാണ് ലോകത്തെ ഭരിക്കാൻ വേണ്ടി കസേരപ്പുറത്ത് എത്താൻ പോകുന്ന ആ വിക്രമൻ എന്നുള്ള കാര്യം. അതുവരെ നമുക്ക് ആളെ തിരിച്ചറിയാൻ കഴിയില്ലാത്ത വിധം ആൾ അണ്ടർഗ്രൗണ്ടിലാണ് നിൽക്കുക. മറ്റുള്ള എല്ലാവരോടും ചേർന്നവർ പ്രവർത്തിക്കും, മറ്റുള്ള എല്ലാവരോടും കൂടെ അവർ നിൽക്കും. കുറേശ്ശെ അവര് ഇരവാദം നടത്തി ക്യാൻസർ ബാധിക്കുന്നത് പോലെ മുഴുവൻ സിസ്റ്റത്തെ അവർ തിന്നാൻ തുടങ്ങും. ഇപ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദി വന്നതുകൊണ്ട് മാത്രമാണ് ഒരല്പം ശമനമുള്ളതെങ്കിലും ഇതിന്റെ വേരുകൾ മണ്ണിനടിയിലേക്ക് ആഴത്തിൽ പോയിട്ടുണ്ടെന്നതിന് സംശയമൊന്നും വേണ്ട. അതിനെ നശിപ്പിക്കാൻ മോഡിക്കും കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഏതായാലും വളരെ ഗൗരവമായി കാര്യങ്ങളുടെ വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഈ ലോകം നാശത്തിന്റെ വക്കിലാണ്. ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് അവർക്കെതിരെ നിൽക്കുവാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ വകവരുത്തുവാൻ മുണ്ടും മുറുക്കി ഉടുത്തിറങ്ങിയിരിക്കുമ്പോഴും ലോകം തിരിച്ചറിയണം, ലോകത്തെ നശിപ്പിക്കുവാനുള്ള ശക്തി ഉഷാറായി എഴുന്നേറ്റിരിക്കുന്നു. മാനുഷിക തലത്തിൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെയാണ് എഴുന്നേൽക്കാൻ പോകുന്നത്. 3 ശക്തികളാണ് ഇതിനകത്ത് വരിക: രാഷ്ട്രീയം, മതം, വ്യാപാരം. ഇത് 3ഉം എവിടെ ബന്ധിച്ചാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. ദ ഗ്രേറ്റ് ബബിലോൺ എന്ന് പറയുന്നതിൽ 3 ശക്തിയാണ് വരുന്നത്. 1 മതം, 2 വ്യാപാരം, 3 പൊളിറ്റിക്സ്. ഇത് 3ന്റെയും നാശത്തെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ മതശക്തിയുടെ നാശത്തെക്കുറിച്ചും 18-ാം അധ്യായത്തിൽ വ്യാപാര ശക്തിയുടെ നാശത്തെക്കുറിച്ചും 19-ാം അധ്യായത്തിൽ പൊളിറ്റിക്സിന്റെ നാശത്തെക്കുറിച്ചും കാണുന്നുണ്ട്. വളരെ കൃത്യമായി എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ തിരിച്ചറിയണം, ലോകത്തിൽ മാനുഷിക ഭരണം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബിലോണിൽ നിമ്രോദിന്റെ നേതൃത്വത്തിലാണ്. അവിടെ നിന്ന് ആരംഭിച്ച് ലോകത്തെമ്പാടും വേരുറപ്പിച്ചിരിക്കുന്ന പൈശാചിക ശക്തിയായ പൊളിറ്റിക്സ്,
അതിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന റിലീജിയൻ, അതിന് ബാക്ക് ബോൺ ആയിരിക്കുന്ന വാണിജ്യം, ഇവകൾ മുഴുവൻ ഒരുമിച്ച് ഒറ്റ ദിവസത്തിൽ കർത്താവ് നശിപ്പിക്കുവാൻ പോകുന്നു. പക്ഷേ അവകൾ സംഭവിക്കുന്നത് വരെ ഇവകൾ ശക്തി ആർജിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം, ഇതിനെല്ലാറ്റിനും വേണ്ടുന്നത് പണമാണ്. അവകളെ ഒറ്റ മണിക്കൂർ കൊണ്ട് ദൈവം നശിപ്പിക്കുമെന്നാണ് 18-ാം അധ്യായം വെളിപ്പാടിൽ സംസാരിക്കുന്നത്. വീണുപോയി മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാവുകയും ചെയ്തു. ഈ സമ്പന്നതയിൽ നിന്നുകൊണ്ടാണ് ഈ നാശം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗം കൂടി വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. 4-ാം വാക്യം 18:4. വേറൊരു ശബ്ദം സ്വർഗത്തിൽ പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, ഈ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അപ്പൊ ശരിക്കും ഈ 3 ശക്തികളെയും, പൊളിറ്റിക്കൽ ഇസ്ലാം ആയാലും, ഇസ്ലാം മാത്രമല്ല കേട്ടോ അതിനകത്ത് വരുന്നത്, റോമൻ കാത്തലിക് അടക്കം അതിനകത്ത് വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകും. ക്രിസ്തു മതം അടക്കം ഇതിനകത്തുണ്ട്. ക്രിസ്തു മാർഗമാണ് രക്ഷയിലേക്ക് പോകുന്ന മാർഗം. ക്രിസ്തു മാത്രമാണ് ഈ ഭൂമിയിൽ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ. ക്രിസ്തു മാത്രമാണ് പാപത്തിന് വേണ്ടി മരിച്ചിട്ടുള്ളയാള്. ക്രിസ്തു മാത്രമാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളയാള്. ക്രിസ്തു മാത്രമാണ് വീണ്ടും വരാൻ പോകുന്നയാള്. ക്രിസ്തു ഒരിക്കലും ഒരു പ്രവാചകനല്ല. ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണ്. ഈ വസ്തുത ലോകത്തിന് മറച്ചു പിടിക്കുന്ന സകല ശക്തികളും ഇസ്ലാം അതിന്റെ മുൻപിൽ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. റഷ്യ ദൈവമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഇസ്ലാം ദൈവമുണ്ട് എന്നും അത് മറ്റൊരാളാണ് എന്നും രക്ഷകനായി വന്ന ക്രിസ്തുവിനെ വെറും പ്രവാചകനായും താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അവന്റെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ ക്രിസ്തു മതക്കാർ യേശുവിങ്കലേക്ക്, നിത്യജീവനേക്ക് മനുഷ്യനെ നടത്തേണ്ടതിനു പകരം മറിയത്തിലേക്കും ഗീവർഗീസിലേക്കും എടത്തുവ പുണ്യാളനിലേക്കും വേളാങ്കണ്ണി മാതാവിലേക്കും മറ്റിതര ദൈവസങ്കല്പങ്ങളിലേക്ക് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് ഒരേ പ്രശ്നം തന്നെയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇക്കാര്യം കൃത്യമായി ഉദ്ധരിച്ചു പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നത് അതിന്റെ ഫുൾഫിൽമെന്റ് ആണ്, അതിന്റെ പൂർത്തീകരണമാണ്. ഇവിടെ വളരെ കൃത്യതയോടെ തിരിച്ചറിയേണ്ടത്, ഞാനും നിങ്ങളും സേവിക്കുന്നത് നമ്മളെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന സാക്ഷാൽ ക്രിസ്തുവിൽ തന്നെയാണോ അതോ മറ്റൊരേശുവിനെയാണോ? ഇക്കാര്യം തിരിച്ചറിയേണ്ടുന്ന സമയം വാതിൽക്കലെത്തിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി കാര്യത്തെ കാണണം, നിസ്സാരമായി കാര്യത്തെ കാണരുത്. നമ്മുടെ കർത്താവ് വരാറായി. ലോകമഹായുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ വളരെ ഉഷാറോടുകൂടി തയ്യാറെടുത്ത് മുൻപിലെത്തിയിരിക്കുന്നു. ഇനി ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി. ആ വിസിൽ കേൾക്കുമ്പോൾ കർത്താവിന്റെ ജനം ഭൂമിയിൽ നിന്ന് പറക്കുകയും ഈ ഭൂമിയിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്യണം. എന്റെ സ്നേഹിതരെ, എന്റെ ശ്രോതാക്കളെ, നിങ്ങൾ നിശ്ചയമായും കാര്യം തിരിച്ചറിയണം. വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും മാറ്റം സംഭവിക്കില്ല. അതുകൊണ്ടാണ് കാത്തലിക് അടക്കമുള്ള സഭകൾ വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ സഭക്കാര് പറയുന്ന കാറ്റക്കിസത്തിനും മറ്റും പ്രാധാന്യം കൊടുത്ത് മുമ്പിലേക്ക് പോകുന്നത്. കാര്യം തിരിച്ചറിയണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. തത്വജ്ഞാനവും വരും വഞ്ചനയും കൊണ്ട് നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കണം. നമ്മുടെ കർത്താവ് വരാറായി. കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കാം. നമുക്ക് നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.